പിണറായിയുടെ നയതന്ത്രത്തിൽ വീണുപോയ എ.വി. ഗോപിനാഥിന്റെ രാഷ്ട്രീയ ജീവിതം ഇരുട്ടിൽ. പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിലെ എ.വി.ജി ഇഫക്റ്റ് ആവിയായിപ്പോയെന്ന് കോൺഗ്രസ് തെളിയിച്ചു. 50 വർഷക്കാലം പെരിങ്ങോട്ടുകുറിശിയുടെ രാഷ്ട്രീയം നിയന്ത്രിച്ച എ.വി. ഗോപിനാഥ് പിണറായി സത്തെ ചേർത്തുപിടിച്ചതോടെ അണികൾ കൈവിട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ അട്ടിമറികളിലൊന്നായി പാലക്കാട് പെരിങ്ങോട്ടുകുറിശിയിൽ എ.വി. ഗോപിനാഥിനേറ്റ പരാജയം. കോൺഗ്രസുമായി ഉടക്കിപ്പിരിഞ്ഞ് പിണറായി സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച എ.വി. ഗോപിനാഥിന്റെ രാഷ്ട്രീയ ജീവിതത്തിലേറ്റ ഏറ്റവും കനത്ത പ്രഹരമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം. കോൺഗ്രസ് വിട്ട എ.വി. ഗോപിനാഥ് സ്വതന്ത്ര ജനാധിപത്യ മുന്നണി എന്ന IDF രൂപീവത്കരിച്ച് 11 സീറ്റിലാണ് പെരിങ്ങോട്ടുകുറിശിയിൽ ജനവിധി തേടിയത്. 18 സീറ്റുള്ള ഇവിടെ ബാക്കി 7ഇടത്ത് CPM മത്സരിച്ചു. ഗോപിനാഥ് 9ാം വാർഡായ ബമ്മണ്ണൂരിലാണ് മത്സരിച്ചത്. ഇവിടെ ഗോപിനാഥ് തോറ്റു. കോൺഗ്രസിലെ രതീഷ് KR 420 വോട്ട് നേടിയപ്പോൾ എ.വി. ഗോപിനാഥിന് 285 വോട്ടാണ് ലഭിച്ചത്. അതോടെ പെരിങ്ങോട്ടുകുറിശിയിലെ രാഷ്ട്രീയ ചാണക്യനായി അറിയപ്പെട്ട എ.വി. ഗോപിനാഥിന്റെ കഥ കഴിഞ്ഞു. ഇതോടെ AVG ഗ്രൂപ്പിന്റെ കരുത്ത് ചോർന്നിരിക്കുന്നുവെന്ന് കോൺഗ്രസിന് തെളിയിക്കാൻ കഴിഞ്ഞു. 50 വർഷക്കാലം പെരിങ്ങോട്ടുകുറിശിയുടെ രാഷ്ട്രീയം നിയന്ത്രിച്ച എ.വി. ഗോപിനാഥിന്റെ രാഷ്ട്രീയ കരുനീക്കം പാളുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായും മുൻ മന്ത്രി A.K. ബാലനുമായും അടുത്ത ബന്ധമാണ് ഗോപിനാഥിനുള്ളത്. ഒരു കാലത്ത് പാലക്കാട് ജില്ലയിൽ കോൺഗ്രസിൽ I ഗ്രൂപ്പിന്റെ മുഖമായിരുന്നു ഗോപിനാഥ്. പല കോൺഗ്രസ് അനുഭാവികളുടെ വോട്ടും ഇക്കുറി തങ്ങൾ നേടും. പഞ്ചായത്തിലെ കോൺഗ്രസ് ഭരണം അവസാനിപ്പിക്കുമെന്നും മുസ്ലിം ലീഗിലെ ഒരു വിഭാഗവും തങ്ങൾക്കൊപ്പമുണ്ടാകുമെന്നും എ.വി. ഗോപിനാഥ് പ്രതികരിച്ചിരുന്നു. പക്ഷേ അതെല്ലാം വെറുതെയായി. കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ടയായ പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് അങ്ങനെ തന്നെ തുടരും. 1979 മുതൽ ഇങ്ങോട്ട് ഇതുവരെ കോൺഗ്രസിനൊപ്പം ഉറച്ചുനിന്ന പഞ്ചായത്താണ് പെരിങ്ങോട്ടുകുറിശി. അതിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ തമ്മിൽ തല്ലാൻ നിന്നില്ല. നേതൃത്വം എ.വി. ഗോപിനാഥ് ഇഫക്റ്റ് എന്നായിരുന്നു ആ വിജയത്തെ വിശേഷിപ്പിച്ചിരുന്നത്. ഇന്ന് ആ ഇഫക്റ്റ് എല്ലാം ആവിയായി പോയെന്ന് കോൺഗ്രസ് തെളിയിക്കുന്നു. കഴിഞ്ഞ 6 പതിറ്റാണ്ടായി കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ് പെരിങ്ങോട്ടുകുറിശി. 2009 മുതൽ നേതൃത്വവുമായി അകലം പാലിച്ച ഗോപിനാഥ് 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെയാണ് നേതൃത്വവുമായി ഇടഞ്ഞത്. 2023 DCC ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെയുണ്ടായ തർക്കത്തെ തുടർന്ന് അദ്ദേഹം കോൺഗ്രസ് വിട്ടു. തുടർന്ന് നവകേരള സദസ്സിൽ പങ്കെടുത്തതോടെ പാർട്ടിയിൽ നിന്ന് ഔദ്യോഗികമായി പുറത്താക്കി. 25 വർഷക്കാലം പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച എ.വി. ഗോപിനാഥ് 1991 ആലത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ 330 വോട്ടിന്റെ അട്ടിമറി വിജയം നേടിയിരുന്നു. ഇടതിനൊപ്പം നിൽക്കുന്ന തരൂർ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പഞ്ചായത്താണ് പെരിങ്ങോട്ടുകുറിശി. പക്ഷേ അവിടെ 40 കൊല്ലത്തിലധികമായി ചെങ്കുടി പാറയിട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ഇടതു സ്ഥാനാർത്ഥിക്ക് ലീഡ് ലഭിക്കാറുണ്ടെങ്കിലും പഞ്ചായത്ത് ഭരണം അത് കോൺഗ്രസിനൊപ്പമാണ്. ഇത് ഇത്തവണയും തുടരും. 42 വർഷത്തിനിടെ പ്രസിഡന്റ് പദവി സംവരണമായ 3 തവണ ഒഴികെ ബാക്കി മുഴുവൻ കാലവും ഗോപിനാഥ് തന്നെയായിരുന്നു പ്രസിഡന്റ്. 25 വർഷം പ്രസിഡന്റ് പദവി പൂർത്തിയാക്കിയപ്പോൾ പദവി ഒഴിഞ്ഞുകൊടുത്തു. കഴിഞ്ഞ തവണ നിർബന്ധത്തിന് വഴങ്ങി മത്സരിച്ച എ.വി. ഗോപിനാഥ് വിജയിച്ചിരുന്നു. ഇത്തവണ അഭിമാന പോരാട്ടമായിരുന്നു. അവിടെയാണ് ഗോപിനാഥ് വീഴുന്നത്. 15 വയസ്സ് മുതൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു ഗോപിനാഥ്. പാലക്കാട് ജില്ലയിലെ പ്രമുഖ നേതാവായിരുന്ന ഗോപിനാഥ് മുൻപ് DCC അധ്യക്ഷനുമായിരുന്നു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ പാർട്ടി നേതൃത്വവുമായി ഗോപിനാഥ് ഇടഞ്ഞിരുന്നു. പാലക്കാട് സീറ്റ് ലക്ഷ്യം വെച്ച് നടത്തിയ നീക്കം പരാജയപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഇത്. തൊട്ടു പിന്നാലെ ഗോപിനാഥ് പാർട്ടി വിടാൻ പോകുന്നെന്ന വാർത്തകളും ശക്തമായി. എന്നാൽ K. സുധാകരന്റെ സമയോചിതമായ ഇടപെടൽ ഗോപിനാഥന്റെ പാർട്ടി വിടലിനെ താൽക്കാലികമായെങ്കിലും തടഞ്ഞു. DCC പ്രസിഡന്റ് സ്ഥാനം വാഗ്ദാനം ചെയ്തായിരുന്നു ഗോപിനാഥിനെ പിടിച്ചു നിർത്തിയത്. പിന്നീട് പാർട്ടിയിൽ നിന്നും പുറത്തുപോയി അദ്ദേഹം LDFനൊപ്പം കൂടി. അതിനൊരു പ്രധാന കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ പരിഗണനയായിരുന്നു. തുടർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ IDFും CPMും മുന്നണിയായി മത്സരിക്കുകയായിരുന്നു. പിണറായിയുടെ വികസന നയങ്ങളെക്കുറിച്ച് വാചാലനായ എ.വി. ഗോപിനാഥിന് തന്റെ കാലിനടിയിലെ മണ്ണ് കോൺഗ്രസ് പൈതൃകത്തിൻ്റെതാണെന്ന തിരിച്ചറിവുണ്ടായില്ല. CPMലേക്ക് ചേർന്നണഞ്ഞപ്പോൾ എ.വി. ഗോപിനാഥിന് തന്റെ രാഷ്ട്രീയ അണികളെയും വോട്ടർമാരെയും നഷ്ടമായെന്നാണ് ഈ തിരഞ്ഞെടുപ്പ് കാലം അടിവരയിടുന്നത്.